ലോകം മുഴുവൻ പശ്ചിമേഷ്യയിലെ യുദ്ധാഗ്നിയിൽ വെന്തുരുകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ കർശനമായ ഉപരോധങ്ങൾക്കിടയിലും 2 ഇന്ത്യൻ കപ്പലുകൾക്ക് അവിടെ നിന്നും കടന്നുപോകാൻ ഇറാൻ പ്രത്യേക അനുമതി നൽകിയിരിക്കുന്നു എന്നത് വെറുമൊരു വാർത്തയല്ല, മറിച്ച് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ വലിയൊരു വിജയമാണ്. പരിമൾ, പുഷ്പ എന്നീ 2 ഇന്ത്യൻ കപ്പലുകൾക്കാണ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രാ വിലക്ക് ഇറാൻ നീക്കിയിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ ഇറാൻ തങ്ങളുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ ഇന്ത്യക്ക് മാത്രം നൽകിയിരിക്കുന്ന ഈ പരിഗണന ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനത്തെയാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കും എണ്ണക്ഷാമത്തിനും ഇത് വലിയൊരു പരിഹാരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന നീക്കം തടസ്സപ്പെട്ടതോടെ ഇന്ത്യയിലെ ഊർജ മേഖല നേരിട്ടത് സമാനതകളില്ലാത്ത വെല്ലുവിളിയായിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയും ലഭ്യത കുറഞ്ഞത് നമ്മുടെ നഗരങ്ങളിലെ ഹോട്ടലുകളെയും ക്ലൗഡ് കിച്ചണുകളെയും നിശ്ചലമാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരുന്നു. ബംഗളൂരുവും കൊച്ചിയും ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന അവസ്ഥകൾ വന്നതായി റിപ്പോർട്ടുകൾ വന്നതോടെ ജനങ്ങൾക്കിടയിൽ വലിയൊരു പരിഭ്രാന്തിയും ഇത് പടർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നേരിട്ട് ഇടപെടുകയും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തത്. ഈ ചർച്ചകളുടെ ഫലമായാണ് ഇപ്പോൾ 2 കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാലമായുള്ള സൗഹൃദവും നയതന്ത്ര ബന്ധവുമാണ് ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയെ തുണച്ചത്. കൂടാതെ ഇറാന്റെ ഒരു നാവിക കപ്പലിന് കൊച്ചിയിൽ സുരക്ഷിതമായി നങ്കൂരമിടാൻ ഇന്ത്യ സൗകര്യമൊരുക്കിയത് ഈ സൗഹൃദത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. നയതന്ത്ര തലത്തിൽ ഇന്ത്യ സ്വീകരിച്ച സന്തുലിതമായ നിലപാടാണ് ഇപ്പോൾ ഗുണകരമായിരിക്കുന്നത്. ഒരു വശത്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ മറുവശത്ത് ഇറാനെയും റഷ്യയെയും പോലുള്ള രാജ്യങ്ങളുമായി സഹകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 45% വർദ്ധിപ്പിച്ചതിലൂടെ താൽക്കാലികമായ എണ്ണക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ LNG അഥവാ പാചകവാതകത്തിന്റെ കാര്യത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പരിമൾ, പുഷ്പ എന്നീ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു വരുന്നത് ഇന്ത്യയുടെ പാചകവാതക പ്രതിസന്ധിക്ക് വലിയൊരു ആശ്വാസമാകും. ഈ കപ്പലുകൾ ഇന്ത്യയിലെത്താൻ എത്ര ദിവസമെടുക്കും എന്ന കാര്യത്തിൽ കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇവയുടെ വരവ് വിപണിയിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന ഉറപ്പാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനകൾ ലോകത്തെ ഓരോ നിമിഷവും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കുമെന്ന ഒരു ദിവസം പറയുകയും പിറ്റേ ദിവസം തന്നെ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ ശൈലി ആഗോള വിപണിയെ വല്ലാതെ അസ്ഥിരപ്പെടുത്തുന്നുണ്ട്. അമേരിക്ക പോലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഇന്ത്യ തങ്ങളുടെ തനതായ നയതന്ത്രത്തിലൂടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടച്ചത് യൂറോപ്പിനെ വല്ലാതെ ബാധിക്കുമ്പോഴും ഇന്ത്യക്ക് ലഭിക്കുന്ന ഈ പ്രത്യേക ഇളവ് ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഇറാൻ തയ്യാറാകുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും നൽകുന്ന സൂചന കൂടി ഇതിലുണ്ട്. പൈപ്പിലൂടെയുള്ള പ്രകൃതിവാതകത്തിന്റെയും വാഹനങ്ങൾക്കുള്ള CNGയുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പെട്രോളിയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് നിലവിൽ ക്ഷാമമില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം കപ്പലുകളുടെ വരവ് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ ഈ നയതന്ത്ര വിജയം കേരളത്തിലെ സാധാരണക്കാരന്റെ അടുക്കളയിൽ പോലും പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം
പൂർണ്ണമായും ഇറാന്റെ കൈകളിലാണ്. അവിടെ ഒരു കപ്പൽ പോലും ഇറാന്റെ സമ്മതമില്ലാതെ കടന്നു പോകാൻ കഴിയില്ലെന്ന അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ പച്ചക്കൊടി ലഭിക്കുന്നത്. നിലവിൽ അനുവദിച്ച 2 കപ്പലുകൾ വഴി എത്തുന്ന ഇന്ധനം ഇന്ത്യയിലെ ഹോട്ടലുകളുടെയും വ്യവസായങ്ങളുടെയും തടസ്സപ്പെട്ട ചരക്ക് നീക്കത്തിന് വേഗത കൂട്ടും. കേരളത്തിലെ അമ്പലമുകൾ BPCL പോലുള്ള യൂണിറ്റുകളിൽ വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് നിർത്തിവെച്ചത് പുനരാരംഭിക്കാൻ ഇത് വഴിതെളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുദ്ധം ഏത് സാഹചര്യത്തിലും ഒരു പരിഹാരമല്ലെന്നും അത് സാധാരണക്കാരന്റെ ജീവിതത്തെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നതെന്നും ഇന്ത്യ എപ്പോഴും നിലപാടെടുത്തിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലും ഇറാനെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തിരിച്ചടിയാണ് ആഗോള വിപണി ഇപ്പോൾ നേരിടുന്നത്. എന്നാൽ ഇത്തരം സംഘർഷങ്ങൾക്കിടയിലും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നത് വലിയൊരു ഭരണ നേട്ടം തന്നെയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണയും ഇറാനിൽ നിന്നുള്ള പാചകവാതകവും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയുടെ ഊർജതന്ത്രം വിജയിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വില വർധനവിനെ പിടിച്ചു നിർത്താനും സഹായകമായേക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. എങ്കിലും ഇന്ത്യയുടെ ഇടപെടലുകൾ വഴി ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയാണ്. കേരളത്തിലെ ഹോട്ടലുകളും വ്യവസായങ്ങളും നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകാൻ ഈ കപ്പലുകൾ ഉടൻ തന്നെ തീരത്തെത്തേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഈ ചുവടുവെപ്പ് ലോകത്തിന് തന്നെ മാതൃകയാണ്. എത്ര വലിയ സംഘർഷത്തിനിടയിലും നയതന്ത്രത്തിന്റെ വാതിലുകൾ തുറന്നിടാമെന്നും അതുവഴി ജനങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാമെന്നും ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആശ്വാസകരമായ വാർത്തകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.